ഹായ് ഓൾ. MSc കെമിസ്ട്രി ഇഗ്നോയിലെ MSc കെമിസ്ട്രിയുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഗ്രീൻ കെമിസ്ട്രി എന്നൊരു ടോപ്പിക്കുണ്ട്. ആ ഒരു സബ്ജക്റ്റിൻ്റെ MCH019 ബ്ലോക്ക് 1 ചില യൂണിറ്റ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് യൂണിറ്റാണ് ഗ്രീൻ കെമിസ്ട്രിയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പലതരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഓരോ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്, ലാബോറട്ടറിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം എപ്പോഴും എന്താണ്, ഹ്യൂമൻ ഹെൽത്തിനെയും എൻവയോൺമെൻറ്റിനെയും നെഗറ്റീവായ രീതിയിൽ ബാധിക്കരുത് എന്നൊരു കൺസെപ്റ്റോടെ അതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ഫീൽഡ് ഓഫ് കെമിസ്ട്രിയാണ്, ഫീൽഡ് ഓഫ് സ്റ്റഡീസാണ് എന്ത് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രീൻ കെമിസ്ട്രി ഈസ് നൗ ദ ഫസ്റ്റ് ചോയ്സ് ഓഫ് പെർഫോമിംഗ് കെമിക്കൽ റിയാക്ഷൻ വെദർ ഇറ്റ് ഇസ് കെമിക്കൽ ലബോറട്ടറി ഓർ കെമിക്കൽ ഇൻഡസ്ട്രീസ്. പിന്നെ ഈ ഒരു ലെസൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ദ നീഡ് ആൻഡ് ഒറിജിൻ ഓഫ് ഗ്രീൻ കെമിസ്ട്രി, പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി, കൺസെപ്റ്റ് ഓഫ് ആറ്റം എക്കണോമി. ഇതാണ് ഈ യൂണിറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ നമ്മൾ എന്തൊക്കെ കെമിസ്ട്രി നമ്മൾ ചെയ്യുകയാണ്, വാട്ട് എവർ കെമിസ്ട്രി വി ഡു, ഇറ്റ് ഷുഡ് നോട്ട് ഹാം ഹ്യൂമൻ ഹെൽത്ത്, മനുഷ്യ ശരീരത്തെയോ മനുഷ്യവംശത്തെയോ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനെയോ ഒന്നും നെഗറ്റീവായ രീതിയിൽ ബാധിക്കരുത് എന്നതാണ് മെയിൻ ആയിട്ടുള്ള എയിം. അപ്പോൾ ഈ ഒരു ലെസണിൽ ആദ്യത്തെ ടോപ്പിക്കായിട്ടുള്ള നമുക്ക് ദ നീഡ് ആൻഡ് ഒറിജിൻ ഓഫ് ഗ്രീൻ കെമിസ്ട്രിയെക്കുറിച്ച് നോക്കാം. Although the term green chemistry today is very popular and well known to all chemists, researchers and industrial workers all over the world, it would be interesting for you to know that the idea of green chemistry dates back to 1990. ഇത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് 1990, ആ ഒരു വർഷത്തിന് മുന്നേയൊക്കെ ആയിട്ടാണ് ആദ്യമായി ഇതിനെക്കുറിച്ചെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിന് മുന്നേ നെഗറ്റീവ് സൈഡ് ഓഫ് കെമിസ്ട്രിയുടെ നെഗറ്റീവ് സൈഡ് ആൾക്കാരിലേക്ക് എത്തിയത്, ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങിയത് റേച്ചൽ കേഴ്സൻ്റെ ഒരു ബുക്ക് വായിച്ചതിലൂടെയാണ്. ആ ബുക്കിലാണ് ഹാംഫുൾ ഇഫക്ട്സ് ഓഫ് DDTയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് 1961 ഇറങ്ങിയ പുസ്തകമാണ്. പിന്നെ താലിഡൊമൈഡ് എന്ന ഡ്രഗ് പ്രഗ്നൻറ്റ് വുമൻസ് യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ജനിക്കുന്ന കുട്ടികളുടെ ഡിഫോമേഷൻ, പിന്നെ ലിംസ് മിസ്സിങ് ആയിട്ടുള്ള കേസസ്, ഇതെല്ലാം വന്നപ്പോൾ അതും ഒരു ആൾക്കാർക്ക് ഭയങ്കര കൺസേൺ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറി. അങ്ങനെ ആയിരിക്കുന്ന സമയത്താണ് ഈ കെമിസ്ട്രിയുടെ നെഗറ്റീവ് ഇഫക്ട്സിനെ കുറിച്ച് തന്നെ ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങിയത്. പിന്നെ മറ്റ് എൻവയോൺമെൻറ്റൽ ഡിസാസ്റ്റേഴ്സ് വാസ് ലവ് കനാൽ ഇൻ നയാഗ്ര ഫോൾസ് ഇൻ ദ US. ലവ് കനാൽ ഇൻ നയാഗ്ര ഫോൾസ് ഇൻ US. അതെന്താണ്? അവിടെ ദ കെമിക്കൽ സബ്സ്റ്റൻസ് ഡംപ്ഡ് ഫ്രം 1930s to 1950s ഇൻ ടു ദ റിവർ ബെഡ്. ആ ഒരു പുഴയുടെ അരികെയായിട്ട് നദിയുടെ ഭാഗത്തായിട്ട് കുറേ കെമിക്കൽ സബ്സ്റ്റൻസ് 1930 തൊട്ട് 1950s വരെ ഡംപ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ദ ലാൻഡ് വാസ് ഗിവൺ ടു ദ സിറ്റി ഓഫ് നയാഗ്ര ഫോൾസ് ഇൻ 1953. എന്നിട്ട് നയാഗ്ര ഫോൾസിൻ്റെ അവിടേക്കായിട്ട് ഈ ലാൻഡ് ആ സിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയും ചെയ്തത്. ആൻഡ് സ്കൂൾ ആൻഡ് ഹൗസിംഗ് ട്രാക്ട് വർ ബിൽറ്റ് ഓൺ ഇറ്റ്. പിന്നീട് അവിടെ ഒരു സ്കൂളും ഹൗസിംഗ് ട്രാക്റ്റും എല്ലാം അവിടെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നു. ഇൻ 1971 ഈ ഓൾറെഡി ഡംപ് ചെയ്ത 1930 തൊട്ട് 1950 വരെ ഡംപ് ചെയ്തിരുന്ന കെമിക്കൽസ് ലീക്ക് ആവാൻ തുടങ്ങി. അബൌട്ട് 82 കെമിക്കൽസ്, അവിടെ ഡംപ് ചെയ്തിരുന്ന 82 കെമിക്കൽസ് ലീക്കായി. സം ഓഫ് വിച്ച് വേർ ബെൻസീൻ, ചിലതൊക്കെ ബെൻസീനായിരുന്നു, ഡയോക്സിൻ ആൻഡ് ക്ലോറിനേറ്റഡ് ഹൈഡ്രോകാർബൺസ്. ഓൾ ദീസ് വേർ സസ്പെക്റ്റഡ് കാർസിനോജൻസ്. ക്യാൻസർ കോസിങ് ആയിട്ടുള്ള കെമിക്കൽസാണ് ഈ പറയുന്നതെല്ലാം. അപ്പോൾ അതും ആൾക്കാരിലേക്ക് എത്തിപ്പെടാനായിട്ട് തുടങ്ങി. അവിടെ നിന്നും നമ്മൾ കെമിസ്ട്രിയുടെ നെഗറ്റീവ് ഇഫക്ട്സ് മനസ്സിലാക്കാനായിട്ട് തുടങ്ങിയിരുന്നു. ദെൻ സിമിലർ ഇൻസിഡൻസ് ആൻഡ് റോൾ ഓഫ് CFCs, ക്ലോറോഫ്ലൂറോ കാർബൺ, ഓസോൺ ഡിപ്ലേഷന് കാരണമാവുന്നതും പിന്നീട് കാര്യം മനസ്സിലാക്കി തുടങ്ങി. ആ ഒരു സമയത്ത് തന്നെ 1984 ഡിസംബറിൽ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി നടന്നിരുന്നു. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി വേൾഡ്സിലെ വേഴ്സ്റ്റ് ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്ററാണ്. ഓവർ 5 lakh people were exposed to highly toxic methyl isocyanide gas, MIC. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയിൽ ലീക്കായ ആ ഒരു ഗ്യാസിൻ്റെ പേരാണ് എന്ത്, മീഥൈൽ ഐസോസയനൈഡ് ഗ്യാസ്. ആ ഒരു ട്രാജഡിയുടെ ഭാഗമായിട്ട് 5 lakh people ഇതിന് നെഗറ്റീവായിട്ട് അവർക്ക് അഫക്റ്റായി. ഇതും കെമിസ്ട്രിയുടെ ഒരു നെഗറ്റീവ് ഇഫക്റ്റ് ആൾക്കാരിലേക്ക് എത്തിപ്പെട്ട ഒരു കാര്യമായിരുന്നു. ദെൻ ദ പൊല്യൂഷൻ പ്രിവെൻഷൻ ആക്ട് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കെയിം. പിന്നീട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ പൊല്യൂഷൻ പ്രിവെൻഷൻ ആക്ട് വന്നു, വിച്ച് എയിം ദാറ്റ് US നാഷണൽ പോളിസി ഷുഡ് എലിമിനേറ്റ്. US നാഷണൽ പോളിസി നമ്മുടെ പൊല്യൂഷന് കാരണമാവുന്ന കെമിക്കൽസിനെ എല്ലാം എലിമിനേറ്റ് ചെയ്യണം. ഷുഡ് എലിമിനേറ്റ് പൊല്യൂഷൻ by improving the design instead of its treatment and disposal.
അതായത് നമ്മൾ പൊല്യൂഷൻ കാരണമാവുന്ന കാര്യം സബ്സ്റ്റൻസസ് പ്രിപ്പയർഡ് ആയ ശേഷം അതിനെ ട്രീറ്റ് ചെയ്യുന്നതും അതിനെ ഡിസ്പോസ് ചെയ്യുന്ന കാര്യത്തെ ചിന്തിക്കുന്നതിന് മുന്നേ അത് ഉണ്ടാവാതിരിക്കാനായിട്ട് അത് ഉണ്ടാവാതെ നിൽക്കാനായിട്ട്, അതായത് ഏത് കെമിക്കൽ റിയാക്ഷൻ വഴിയാണ് അങ്ങനെയുള്ള കെമിക്കൽസ് എല്ലാം വരുന്നത്, ആ ഒരു ഇനീഷ്യൽ പ്രോസസ്സിൽ തന്നെ ഒരു പ്രിവെൻഷൻ നടത്തണം, അത് തന്നെ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം എന്ന രീതിയിലാണ് US നാഷണൽ പോളിസി എയിം ചെയ്തത്. The improvement in design also included cost effectiveness, changes in processes and products, change in raw materials and recycling. അപ്പോൾ നമ്മൾ ഡിസൈനിൽ മാറ്റം വരുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ ഇൻവോൾവ് ചെയ്യും? അതിൽ കോസ്റ്റ് എഫക്റ്റീവ്നെസ്സിനെ കുറിച്ച് എൻഷുർ ചെയ്യും. പിന്നെന്താ, ഈ പ്രോസസ്സ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന പ്രോസസ്സിനെ കുറിച്ചും അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഇതും അതിനെക്കുറിച്ചെല്ലാം ശ്രദ്ധിക്കും. പിന്നെന്താ, റോ മെറ്റീരിയൽസിനെ എങ്ങനെയാണ്, ഏത് രീതിയിലുള്ള റോ മെറ്റീരിയൽസ് എടുക്കണം, പിന്നെ റീസൈക്ലിംഗ്, ഈ കിട്ടുന്ന പ്രോഡക്റ്റ് വേസ്റ്റ് മെറ്റീരിയൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന് റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് തുടങ്ങി. Thus, Environmental Protection Agency EPA, which is the regulatory agency of the United States, changed the policy from a command and control or end of pipe approach for solving the problem of hazardous impacts of chemicals on human health and environment. അപ്പോൾ EPA എന്ത് ചെയ്തു? EPA ഒരു റെഗുലേറ്ററി ഏജൻസിയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ. ആൻഡ് they changed the policy from a command and control or end of pipe approach for solving the problem of hazardous impacts of chemicals on human health and environment. കമാൻഡ് ആൻഡ് കൺട്രോൾ അല്ലെങ്കിൽ എൻഡ് ഓഫ് പൈപ്പ് അപ്രോച്ച് എന്നൊരു അപ്രോച്ച് വഴി ഹ്യൂമൻ ഹെൽത്തിനെയും എൻവയോൺമെൻറ്റിനെയും ബാധിക്കുന്ന ഹസാഡസ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിൻ്റെ യൂസേജ് അല്ലെങ്കിൽ അവരുടെ പ്രിപ്പറേഷൻ തന്നെ പ്രിവെൻറ്റ് ചെയ്തു. The emphasis was now to avoid or minimize such chemicals so that the process of their control is not required. അപ്പോൾ അവരുടെ എയിം എന്താണ്? കൂടുതലും അവർ ഫോക്കസ് ചെയ്യുന്നത് ഇത്തരം കെമിക്കൽസിൻ്റെ പ്രൊഡക്ഷൻ തന്നെ മിനിമൈസ് ചെയ്യുക, അത് കൺട്രോൾ ചെയ്യുക. ഓക്കെ, അല്ലാതെ എന്താണ് അത് പ്രൊഡ്യൂസ് ചെയ്ത ശേഷം പിന്നീട് അതിന് വേണ്ടി അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് തടയാനല്ല നോക്കേണ്ടത്, ഇനീഷ്യലി തന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ തന്നെ കൺട്രോൾ ചെയ്യുക. സോ ദ എംഫസിസ് വാസ് നൗ ടു അവോയ്ഡ് ഓർ മിനിമൈസ് സച്ച് കെമിക്കൽസ് സോ ദാറ്റ് ദ പ്രോസസ് ഓഫ് ദെയർ കൺട്രോൾ ഈസ് നോട്ട് റിക്വയർഡ്. ഓക്കെ, ദെൻ അവരെ കൺട്രോൾ ചെയ്യുന്നതിനേക്കാളും ഇനീഷ്യലി തന്നെ അവരുടെ പ്രോസസ്സ് പ്രിവെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്, മിനിമൈസ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് EPA പറഞ്ഞിരിക്കുന്നത്. The EPA Office of Pollution Prevention and Toxic launched a research grant program in 1991 to increase the redesign of existing chemical products and processes in order to minimize their impact on human health and environment. The basic research in green chemistry was also funded by EPA along with the US National Science Foundation in early 1990s. EPA Office of Pollution Prevention and Toxics launched a research grant program. ഒരു റിസർച്ച് ഗ്രാൻഡ് പ്രോഗ്രാം 1991 സ്റ്റാർട്ട് ചെയ്തു, ലോഞ്ച് ചെയ്തു. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ to increase the redesign of existing chemical products and processes in order to minimize their impact on human health and environment. ഹ്യൂമൻ ഹെൽത്തിനെയും എൻവയോൺമെൻറ്റിനെയും ബാധിക്കുന്ന തരത്തിലുള്ള കെമിക്കൽ പ്രോഡക്ട്സിൻ്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കെമിക്കൽ പ്രോഡക്ട്സിനെ തന്നെ അതിൻ്റെ പ്രോസസ്സൊക്കെ ഒന്ന് റീഡിസൈൻ ചെയ്ത് റീക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള അവർക്ക് അങ്ങനെ ചെയ്യുന്ന റിസർച്ച് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ദെൻ ദ ബേസിക് റിസർച്ച് ഇൻ ഗ്രീൻ കെമിസ്ട്രി വാസ് ഓൾസോ ഫണ്ടഡ് ബൈ EPA. ഓക്കെ, ആ ബേസിക് ഗ്രീൻ കെമിസ്ട്രിയിലെ റിസർച്ചിനെല്ലാം EPA സപ്പോർട്ട് ചെയ്തിരുന്നു along with US Nation Science Foundation in the early 1990s. In 1996, the annual Presidential Green Chemistry Challenge Awards were announced. Annual Presidential Green Chemistry Challenge Awards announced ചെയ്തു, which encourage the scientific innovations in academia and industry that advanced green chemistry. 1996 ഒരു ഗ്രീൻ കെമിസ്ട്രി ചാലഞ്ച് അവാർഡ് നൽകി തുടങ്ങി. അങ്ങനെ നൽകിയതും എന്താണ്, പുതിയ കണ്ടുപിടുത്തങ്ങൾക്കൊക്കെ ഒരു എൻകറേജ്മെൻ്റ് ആയിരുന്നു. ഇനി ദ ഗ്രീൻ കെമിസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് വിച്ച് വാസ് ആൻ ഇൻഡിപെൻഡൻറ്റ് നോൺ പ്രോഫിറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നോൺ പ്രോഫിറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഡെഡിക്കേറ്റഡ് ടു അഡ്വാൻസിങ് ഗ്രീൻ കെമിസ്ട്രി, വാസ് സ്റ്റാർട്ടഡ് ബൈ ജോ ബ്രീൻ ആൻഡ് ഡെനിസ് ഹിജറസൻ. The institute is annually conducted green chemistry and engineering conferences since 1997. This institute become a part of American Chemical Society in 2001. ചില ഇൻസ്റ്റിറ്റ്യൂട്ടിനെല്ലാം ഗ്രീൻ കെമിസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാം
നോൺ പ്രോഫിറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാം സ്റ്റാർട്ട് ചെയ്തു ആ സമയത്ത്. പിന്നെ 2 നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി ഇൻ 2001, നോയോറി ആൻഡ് ഷാർപ്ലസ്, ആൻഡ് 2005 ചൗവിൻ, ഗ്രബിസ് ആൻഡ് ഷ്രോക്ക്. ഇവർ 2001-ലും 2005-ലും were given to the scientists for റിസർച്ച് ഇൻ ദ ഏരിയ ഓഫ് ഗ്രീൻ കെമിസ്ട്രി. ഗ്രീൻ കെമിസ്ട്രി എന്ന ഏരിയയിൽ വർക്ക് ചെയ്തതിൻ്റെ കാരണം കൊണ്ട് അതിൽ എക്സലൻസിന് വേണ്ടിയിട്ട് നൊബൽ പ്രൈസും 2001, 2005-ലും കൊടുത്തു. ലേറ്റർ ഗ്രീൻ കെമിസ്ട്രി ഗ്രൂപ്പ്സ്, നെറ്റ്വർക്ക്സ്, ജേർണൽസ് ആൻഡ് കോൺഫറൻസസ് സ്റ്റാർട്ടഡ് taking place all over the world, and green chemistry formed part of the curriculum in education, research in chemistry at the school level, higher education level and research level. പിന്നീട് ഗ്രീൻ കെമിസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ്, കുറേ നെറ്റ്വർക്ക്സ്, കുറേ ജേർണൽസ്, കോൺഫറൻസസ് അതെല്ലാം നടത്തി, ഓൾ ഓവർ ദ വേൾഡിലെല്ലാം നടത്തി. ഗ്രീൻ കെമിസ്ട്രി തന്നെ എന്താണ് ഈ എഡ്യൂക്കേഷൻ കരിക്കുലത്തിലൊരു പാർട്ടായിട്ട് കെമിസ്ട്രിയുടെ റിസർച്ചിലും കുട്ടികളുടെ സ്കൂൾ ലെവലായിക്കോട്ടെ, ഹയർ എഡ്യൂക്കേഷൻ, റിസർച്ച് ലെവൽ എല്ലാത്തിലും ഒരു വൺ ഓഫ് ദി പാർട്ടായിട്ട് ഗ്രീൻ കെമിസ്ട്രിയെ ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കൂടുതൽ പേര് അതിനെക്കുറിച്ച് പഠിക്കും തോറുമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്നും അതിന് പ്രിവെൻറ്റീവ് മെഷറായിട്ട് നമ്മൾ എന്ത് കരുതൽ ഉണ്ടാക്കണം എന്നെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇനി ഫാദർ ഓഫ് ഗ്രീൻ കെമിസ്ട്രി എന്നറിയപ്പെടുന്നത് അനാസ്റ്റാസ് ആണ്, for his groundbreaking work on the design of manufacture of chemicals that are non-hazardous and environmentally benign. Okay, non-hazardous ആയിട്ടുള്ള എൻവയോൺമെൻറ്റലിനെ അത്രയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള കെമിക്കൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കിയതിൻ്റെ കാരണം കൊണ്ട് ഫാദർ ഓഫ് കെമിസ്ട്രി എന്നറിയപ്പെടുന്നത് അനാസ്തസ് ആണ്. അവരാണ് 2001 നൊബൽ പ്രൈസ് കിട്ടിയ വ്യക്തികൾ. ഓക്കെ, വില്യം എസ് നോയൽസ് ആൻഡ് റിയോജി നോയോറി for their work on chirally catalyzed hydrogenation reactions. Okay, then K. Barry Sharpless കിട്ടിയത് for his work on chirally catalyzed oxidation reactions. 2005 ചൊവ്വിൻ, റോബർട്ട് എച്ച് ഗ്രബ്സ് ആൻഡ് റിച്ചാർഡ് ഷ്രോക്ക് for the development of metathesis method in ഓർഗാനിക് സിന്തസിസ്. ഇതെല്ലാം ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്, ജസ്റ്റ് അങ്ങനെ വായിച്ചു പോവുക, എന്തെങ്കിലും ഓർമ്മയിൽ വരുന്നത് നമുക്ക് എക്സാമിന് എഴുതാനായിട്ട് പറ്റട്ടെ. അപ്പോൾ ഇത് ചിലപ്പോൾ ഹിസ്റ്ററിക്കൽ എങ്ങനെയാണ് പണ്ട് കെമിസ്ട്രി എങ്ങനെ ഒറിജിനേറ്റ് ചെയ്തു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതിലുള്ള പോയിന്റ്സ് ഒക്കെ എഴുതാനായിട്ട് നോക്കാം. ഇനിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, 1998 12 പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി പബ്ലിഷ് ചെയ്തു. അതിനെ കുറച്ച് ദീസ് ഗേവ് ക്ലിയർ ഗൈഡ് ലൈൻസ്. അവർ ഈ പ്രിൻസിപ്പിൾസ് ആണ് ഒരു ക്ലിയർ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദിസ് വാസ് ഫോളോഡ് ബൈ ദ ലോഞ്ച് ഓഫ് ജേർണൽ ഗ്രീൻ കെമിസ്ട്രി ബൈ റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രി ഇൻ 1999. അതിനുശേഷം ഒരു ലോഞ്ച് ഓഫ് ജേർണൽ ഗ്രീൻ കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്തു ബൈ റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രി ഇൻ 1999. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ് 12 പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി. നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് തരുന്നത്, ഗ്രീൻ കെമിസ്ട്രി ബേസ് ചെയ്തിട്ടുള്ള ക്ലിയർ ആ ഗൈഡ് ലൈൻസ് തരുന്നത് ഈ 12 പ്രിൻസിപ്പിൾസ് ആണ്. The green chemistry has now become central for pollution prevention, and chemical processes are designed and redesigned so that a chemical involved is safer for human health, wildlife and എൻവയോൺമെൻറ്റ്. അപ്പോൾ അതിനുശേഷം എന്തായി, പിന്നീട് കെമിക്കൽ പ്രോസസ്സ് എല്ലാം റീഡിസൈൻ ചെയ്തു. അവർ റീഡിസൈൻ ചെയ്യുന്നത് ഏത് രീതിയിലാണ്, ഒരു തരത്തിലും ഈ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹ്യൂമൻ ഹെൽത്തിനെയോ എൻവയോൺമെൻറ്റിനെയോ അല്ലെങ്കിൽ വൈൽഡ് ലൈഫിനെയോ നെഗറ്റീവായി ബാധിക്കരുത്, അവർക്ക് സേഫർ ആയിട്ടുള്ള രീതിയിൽ വേണം പ്രിപ്പയർ ചെയ്യാം എന്നത് ഗ്രീൻ കെമിസ്ട്രി ആ ഫീൽഡ് ഓഫ് സ്റ്റഡീസ് അതിനെ നോട്ട് ചെയ്ത് അത് എയിമായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കെമിസ്റ്റായിട്ട് നമ്മുടെ റോൾ എന്തായിരിക്കും, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിലും എല്ലാം ഇതുപോലെ എൻഷുർ ചെയ്യണം. കാറ്റലിസ്റ്റ് ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ആർ വി ഡൂയിങ് എ സേഫ് കെമിസ്ട്രി, ഇതെല്ലാം ടേക്ക് കെയർ ചെയ്യേണ്ടത് നമ്മുടെയും ഒരു ഉത്തരവാദിത്തമാണ്. ഓക്കെ, ഇനി നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രിയാണ് നോക്കാൻ പോകുന്നത്. ഈ പ്രിൻസിപ്പിൾസ് ആരെ ഡെവലപ്പ് ചെയ്തത്, ഫാദർ ഓഫ് ഗ്രീൻ കെമിസ്ട്രി ആയിട്ടുള്ള പോൾ അനാസ്റ്റസും പിന്നെ ജോൺ വാർണറാണ്. ജോൺ വാർണറിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിക്ചറാണിത്. ജോൺ വാർണർ, he is an American chemist, educated, best known one of the founders of green chemistry. ഗ്രീൻ കെമിസ്ട്രിയുടെ ഒരു ഫൗണ്ടറാണ്, വളരെ അറിയപ്പെടുന്ന ഒരാളാണ് ജോൺ വാർണർ. ഓക്കെ, ജോൺ വാർണർ. അപ്പോൾ 1998 ജോൺ വാർണറും പോൾ അനാസ്തസും ചേർന്ന് 12 പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്നു. എന്തൊക്കെയാണ് ആ 12 പ്രിൻസിപ്പിൾസ് എന്ന് നോക്കാം. ഈ പോയിന്റ്സ് പഠിച്ച് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഓൺ വേർഡ്സിൽ തന്നെ എഴുതാനായിട്ട് പറ്റും. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമുക്കിത് വായിച്ച് തന്നെ മനസ്സിലാക്കാം. പിന്നീട് നമ്മുടെ സ്വന്തം
ഇഷ്ടപ്രകാരം നമ്മുടേതായ രീതി, സ്വന്തം ഇഷ്ടപ്രകാരം എന്നല്ല, നമ്മുടേതായ രീതിയിൽ ഈ പോയിന്റ്സിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റണം. ഈ കൺസെപ്റ്റ് ഇൻക്ലൂഡ് ചെയ്ത് ഓൺവേർഡ്സിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. ഒന്നാമത്തെ കാര്യം പ്രിവെൻറ്റ് വേസ്റ്റ് ആണ്. അപ്പോൾ 12 പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി എന്താ? അതിൽ മെയിനായിട്ട് വേസ്റ്റ് പ്രിവെൻറ്റ് ചെയ്യുക ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം മാക്സിമൈസ് ആറ്റം എക്കണോമി, അതായത് ആറ്റം എക്കണോമി മാക്സിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം റിയാക്ഷൻസ് ഉണ്ടോ അത് അത്രയും പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ആയോ, എന്തെങ്കിലും വേസ്റ്റ് മെറ്റീരിയൽ ജനറേറ്റ് ആയോ, അതെല്ലാം അങ്ങനെ കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് ആറ്റം എക്കണോമി. അപ്പോൾ നമ്മൾ മാക്സിമം എക്കണോമിക്കലാണ്, അതായത് ആറ്റം എക്കണോമി, അത്രയും ആറ്റംസ് മാക്സിമം പ്രോഡക്റ്റിനെ ആയി എന്ന് അറിയിക്കാനാണ്, അതിനെക്കുറിച്ചാണ് ആറ്റം എക്കണോമി എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീൻ കെമിസ്ട്രിയുടെ ഒരു പ്രിൻസിപ്പൾ മാക്സിമൈസ് ആറ്റം എക്കണോമി. ആറ്റം എക്കണോമി മാക്സിമൈസ് ചെയ്യുക, വേസ്റ്റ് പ്രിവെൻറ്റ് ചെയ്യുക, ആറ്റം എക്കണോമി മാക്സിമൈസ് ചെയ്യുക. മൂന്നാമത്തെയാണ് ലെസ് ഹസാഡസ് കെമിക്കൽ സിന്തസിസ്. പരിസ്ഥിതിക്കോ ഹ്യൂമൻ ഹെൽത്തിനോ നെഗറ്റീവായി ബാധിക്കാത്ത രീതിയിലുള്ള ലെസ് ഹസാഡസ് ആയിട്ടുള്ള കെമിക്കൽസ് വേണം സിന്തസൈസ് ചെയ്യാൻ. അങ്ങനെയുള്ള സിന്തസിസിനെ കുറിച്ച് പറയുന്നുണ്ട്. ദെൻ ഡിസൈൻ സേഫർ കെമിക്കൽസ് ആൻഡ് പ്രോഡക്ട്സ്, അതായത് സേഫ് ആയിട്ടുള്ള കെമിക്കൽസും പ്രോഡക്ട്സും വേണം ഡിസൈൻ ചെയ്യാൻ. അതായത് ഏത് കെമിക്കൽ റിയാക്ഷനും നടക്കുന്ന സമയത്ത് അവിടുത്തെ പ്രോഡക്ട്സ് സേഫ് ആണോ, എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അത്തരം കെമിക്കൽ റിയാക്ഷൻസ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സോ ഡിസൈൻ സേഫർ കെമിക്കൽസ് ആൻഡ് പ്രൊഡക്ട്സ്. അഞ്ചാമത്തെ പോയിന്റ് ആയിട്ട് പഠിക്കാനുള്ളത് യൂസ് സേഫർ സോൾവെൻറ്റ്സ് ആൻഡ് റിയാക്ഷൻ കണ്ടീഷൻ. നമ്മൾ എടുക്കുന്ന സോൾവെൻറ്റ് സേഫ് ആയിട്ടുള്ളതായിരിക്കണം. പിന്നെ കണ്ടീഷൻസ്, ഏത് കണ്ടീഷനിലാണ് റിയാക്ഷൻ നടത്തുന്നത് അതൊരു സേഫ് ആയിരിക്കണം. സോ റിയാക്ഷൻ കണ്ടീഷനും സേഫർ സോൾവെൻറ്റും സേഫ് ആയിട്ടുള്ളതായിരിക്കണം. സോ യൂസ് സേഫർ സോൾവെൻറ്റ്സ് ആൻഡ് റിയാക്ഷൻ കണ്ടീഷൻ. 12 ഉണ്ട്, അതിൽ 5 എന്താണ്? പ്രിവെൻറ്റ് വേസ്റ്റ്, മാക്സിമൈസ് ആറ്റം എക്കണോമി, less hazardous chemical synthesis, design safer chemicals and products, use safer solvents and reaction condition. ആറാമത്തത് ഡിസൈൻ ഫോർ എനർജി എഫിഷ്യൻസി. ഡിസൈൻ ഫോർ എനർജി എഫിഷ്യൻസി, എനർജി എഫിഷ്യൻസി മാക്സിമൈസ് ചെയ്യാനുള്ള രീതിയിലുള്ള പ്രോസസ്സ് വേണം ഡിസൈൻ ചെയ്യാനായിട്ടുള്ളത്. ഏഴാമത്തത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, യൂസ് ഓഫ് റിന്യൂവബിൾ ഫീഡ് സ്റ്റോക്ക്. യൂസ് ഓഫ് റിന്യൂവബിൾ ഫീഡ് സ്റ്റോക്ക്. എട്ടാമത്തത് അവോയ്ഡ് കെമിക്കൽ ഡെറിവേറ്റീവ്സ്. കെമിക്കൽ ഡെറിവേറ്റീവ്സ് അവോയ്ഡ് ചെയ്യുക. 9 യൂസ് കാറ്റലിസ്റ്റ് നോട്ട് സ്റ്റോഷ്യോമെട്രിക് റിയേജൻസ്. കാറ്റലിസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്, സ്റ്റോഷ്യോമെട്രിക് റിയേജൻസ് അല്ല. 10 ഡിസൈൻ ഫോർ ഡീഗ്രഡേഷൻ. ഇത് എല്ലാ പോയിന്റ്സും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഏരിയ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് വായിച്ചു പോകുന്നു, അതിനുശേഷം ഓരോ പോയിന്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. 10ാമത്തത് ഡിസൈൻ ഫോർ ഡീഗ്രഡേഷൻ. 11 അനലൈസ് ഇൻ റിയൽ ടൈം ടു പ്രിവെൻറ്റ് പൊല്യൂഷൻ. അനലൈസ് ഇൻ റിയൽ ടൈം ടു പ്രിവെൻറ്റ് പൊല്യൂഷൻ. നമ്മളിപ്പോൾ തന്നെ പ്രിപ്പറേഷൻ സമയത്ത് തന്നെ പൊല്യൂഷൻ പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടത്. ആഫ്റ്റർ പ്രൊഡക്ഷൻ ചിന്തിക്കുകയല്ല ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, മിനിമൈസ് ദ പൊട്ടൻഷ്യൽ ഫോർ ആക്സിഡൻസ്. എന്തെങ്കിലും ആക്സിഡൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ, ആ ചാൻസസ് എല്ലാം റെഡ്യൂസ് ചെയ്യുക എന്നതാണ് 12th പോയിന്റ്. നമ്മൾ ഫസ്റ്റ് പോയിന്റിലേക്ക് പോകുന്നു, പ്രിവെൻഷൻ ഓഫ് വേസ്റ്റ്, അതായത് പ്രിവെൻറ്റ് വേസ്റ്റ് ആണ് ഫസ്റ്റ് പോയിന്റ്. ഇറ്റ് ഈസ് ബെറ്റർ ടു പ്രിവെൻറ്റ് വേസ്റ്റ് ദാൻ ടു ട്രീറ്റ് ഓർ ക്ലീൻ അപ്പ് വേസ്റ്റ് ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ ക്രിയേറ്റഡ്. നമ്മൾ പറയുമല്ലോ, ഇപ്പോൾ എന്തെങ്കിലും അസുഖം വരുന്നതിനേക്കാൾ വന്നിട്ട് നമ്മൾ ക്യൂർ ചെയ്യാൻ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. യെസ്, അത് തന്നെയാണ് ബെസ്റ്റ് പോയിന്റ്. നമ്മൾ ഒരു അസുഖം വരുന്നതിന് മുന്നേ ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും, വരാതിരിക്കാൻ നോക്കുന്നതാണ് ബെറ്റർ, വന്നതിന് ശേഷം ട്രീറ്റ് ചെയ്യുന്നതിന് പകരം. അതേപോലെ തന്നെ വേസ്റ്റ് പ്രിവെൻഷൻ ആണ് ബെറ്റർ ദാൻ ടു ട്രീറ്റ് ഓർ ക്ലീൻ അപ്പ് വേസ്റ്റ് ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ ക്രിയേറ്റഡ്. അത് ക്രിയേറ്റ് ചെയ്ത ശേഷം നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നതിനേക്കാളും ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് വേണ്ടത്. സോ ദ ജനറേഷൻ ഓഫ് വേസ്റ്റ് ഓർ ബൈ പ്രൊഡക്ട്സ് ഇൻ എ റിയാക്ഷൻ ഷുഡ് ബി മിനിമൽ. വേസ്റ്റ് പ്രൊഡക്ട്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ബൈ പ്രൊഡക്ട്സ് ഒക്കെ വരുന്നത് മിനിമൈസ് ചെയ്യണം, മിനിമം ആയിരിക്കണം. വെൻ വി പ്ലാൻ എനി റിയാക്ഷൻ ഓർ എ പ്രോസസ് വി കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ബൈ ആഡിങ് ദ കോസ്റ്റ് ഓഫ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ, റിയേജൻസ്, വർക്കപ്പ് ആൻഡ് പ്യൂരിഫിക്കേഷൻ എക്സെട്ര ഇൻ അഡീഷൻ ടു ദ കോസ്റ്റ് ഓഫ് സെറ്റപ്പ് യൂസ്ഡ് ഇൻ ദീസ് റിയാക്ഷൻ. നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ്റെ കോസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ മെറ്റീരിയൽ, സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ, പിന്നെ റിയേജൻസ്, പിന്നെ അതിൻ്റെ വർക്കപ്പ്, പിന്നെ അവിടുത്തെ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിനെ കുറിച്ചും, പിന്നെ ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള സെറ്റപ്പ്, ഇതെല്ലാം നമ്മൾ കോസ്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ബട്ട് നൗ ഡേയ്സ് വിത്ത് ദ ഇൻക്രീസ്
Increasing consciousness about environmental pollution and human health, the cost of clearing up and managing the waste generated also requires the expenditure, which at times may be more than that of the starting materials and reagents. ഇപ്പോൾ ഒരുപാട് എൻവയോൺമെൻറ്റിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം, എൻവയോൺമെൻറ്റൽ പൊല്യൂഷനെയൊക്കെ കൂടുതൽ കോൺഷ്യസ്നെസ് ആയതുകൊണ്ട് ഇപ്പോഴത്തെ എന്താ വെച്ചാൽ ഒരു ചിലവ് കൂടെ നമ്മൾ മീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതാണ് ഈ ക്ലീനിങ് പ്രോസസ്സ്, അതായത് ക്ലിയറിങ് അപ്പ് ആൻഡ് മാനേജിങ് വേസ്റ്റ് ജനറേറ്റഡ്. അപ്പോൾ ചില സമയത്ത് എന്താ ഈ വേസ്റ്റ് മെറ്റീരിയൽ ക്ലിയർ ചെയ്യുന്നതിൻ്റെ ചിലവ് തന്നെ ഇനീഷ്യൽ സ്റ്റാർട്ടിങ് റേറ്റിനേക്കാളും കൂടുതലാവുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്, പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. That whole true here also. So waste which should be prevented whether they are hazardous or not. hazardous ആണോ അല്ലയോ, വേസ്റ്റ് പ്രൊഡക്ട്സ് എപ്പോഴും പ്രിവെൻറ്റ് ചെയ്യുക. കാരണം വേസ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള ചിലവ് തന്നെ ഹൈ ആണ്. സോ ദ പ്രിവെൻഷൻ ഓഫ് ഹസാർഡസ് വേസ്റ്റ് ഇസ് മോർ കോംപ്ലിക്കേറ്റഡ്. അതും ഹസാർഡസ് ആയിട്ടുള്ള വേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താ, വളരെ കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയറാണ് വേണ്ടത്. കാരണം അത് ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല, അത് എന്തെങ്കിലും ലീക്കായി വഴി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അപ്പോൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് പല പ്രോസസ്സും നടക്കുന്നത്. അതുകൊണ്ട് അത്തരം കെമിക്കൽസ് ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത്. അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ, പ്രിവെൻഷൻ ഓഫ് വേസ്റ്റ്. ഓക്കെ, അടുത്ത രണ്ടാമത്തെയാണ് ആറ്റം എക്കണോമി. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞിരുന്നു എന്താ, മാക്സിമൈസ് ആറ്റം എക്കണോമി. എന്താണ് ആറ്റം എക്കണോമി? Synthetic methods should be designed to maximize the incorporation of all materials used in the process into the final product. അതായത് നമ്മൾ ചില മെത്തേഡ്, അതായത് സിന്തറ്റിക് മെത്തേഡ് ഷുഡ് ബി ഡിസൈൻഡ്. നമ്മളൊരു മെത്തേഡ് കണ്ടുപിടിക്കണം. എന്ത് മെത്തേഡാണ് കണ്ടുപിടിക്കേണ്ടത്? ടു മാക്സിമൈസ് ദ ഇൻകോർപ്പറേഷൻ ഓഫ് ഓൾ മെറ്റീരിയൽസ്. നമ്മൾ എന്തൊക്കെ മെറ്റീരിയൽസ് ആണോ റിയേജൻ്റ് ആയിട്ട് എടുത്ത് കെമിക്കൽ റിയാക്ഷന് യൂസ് ചെയ്യുന്നു, അത്രയും റിയാക്റ്റൻസിൻ്റെ, അത്രയും മെറ്റീരിയൽസ് കമ്പൈൻ ചെയ്ത് അത് അത്രയും തന്നെ മാക്സിമം പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള റിയാക്ഷൻ്റെ മെത്തേഡ് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ, അത് വേണം ഡിസൈൻ ചെയ്യാൻ. സോ സിന്തറ്റിക് മെത്തേഡ് ഷുഡ് ബി ഡിസൈൻഡ് ടു മാക്സിമൈസ് ദ ഇൻകോർപ്പറേഷൻ ഓഫ് ഓൾ മെറ്റീരിയൽസ് used in the process into the final products. So you have studied many type of reaction till now. Whenever we synthesize a product, we report its actual and theoretical yields in the result. But as you will just see in different types of reaction, even after achieving 100% yield, some waste is likely to be generated after the reaction is complete and the final product is obtained. ഓക്കെ, അതായത് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടിയ ശേഷവും ചിലപ്പോൾ എന്താ 100% ഈൽഡ് ഉണ്ടെങ്കിലും ചിലപ്പോൾ എന്താ സം വേസ്റ്റ് ഈസ് ലൈക്ലി ടു ബി ജനറേറ്റഡ്, ചിലപ്പോൾ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ യു ആർ അവെയർ ദാറ്റ് ദ കെമിക്കൽ റിയാക്ഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ്. നമുക്കറിയാം ഓൾറെഡി കെമിക്കൽ റിയാക്ഷൻ അഡിഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, എലിമിനേഷൻ, റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷൻ എന്ന് അറിയാം. അപ്പോൾ അതിലെല്ലാം നമ്മൾ ആറ്റം എക്കണോമിക് ആണോ, അതായത് ആറ്റം എക്കണോമി ഉണ്ടോ, മാക്സിമം ആണോ എന്ന് നമ്മൾ എൻഷുർ ചെയ്യണം. സോ മാക്സിമൈസ് ചെയ്യണം, അതാണ് സെക്കൻഡ് പോയിന്റ്. The addition reaction എന്താണ്? The reactants add to one another. The reactants in addition, ഇവിടെ എനിക്ക് തോന്നുന്നത് ആഡ് ആണേ. The reactants add to one another and hence there should not be any waste generated. അതെ, അഡീഷൻ റിയാക്ഷനിൽ രണ്ടും കൂടെ ചേർന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ടല്ലേ മാറേണ്ടത്. അപ്പോൾ അവിടെ വേസ്റ്റ് പ്രോഡക്റ്റ് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അതേപോലെ സിമിലർലി ഇൻ റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷനിലും atoms forming a molecule reorganize to the given product. ഉള്ള റിയാക്ഷനിലെ ആറ്റംസ് പരസ്പരം റീഅറേഞ്ച് ആണ് ചെയ്യുന്നത്. അപ്പോൾ അപ്പോഴും അവിടെ എന്താ, റീഓർഗനൈസേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ, റീഅറേഞ്ച്മെൻറ്റ് മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോഴും അവിടെ പുതിയ വേറെ വേസ്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. സോ സിൻസ് ഓൾ ആറ്റംസ് ആർ യൂസ്ഡ് 100%, these types of reactions also do not generate any waste. അപ്പോൾ അഡീഷൻ റിയാക്ഷൻ ആണെങ്കിലും റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷൻ ആണെങ്കിലും 100% ആറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്, ടേക്ക് പാർട്ട് ചെയ്ത് പ്രോഡക്റ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ, വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നില്ല. ഇൻ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, as a substituent displaces the leaving group, waste is generated in this reaction. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്യുകയാണ്, ഒരു ഗ്രൂപ്പിനെ അവിടെ നിന്ന് മാറി അതിൻ്റെ പ്ലേസിൽ ഒക്യുപ്പൈ ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ടൈപ്പ് റിയാക്ഷനിൽ വേസ്റ്റ് ജനറേറ്റ് ചെയ്യാറുണ്ട്. ഇൻ എലിമിനേഷൻ റിയാക്ഷനിൽ എ സ്മോൾ മോളിക്യൂൾ നോർമലി ഗെറ്റ്സ് എലിമിനേറ്റഡ് ഫ്രം ദ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ടു ഗീവ് ദ പ്രോഡക്റ്റ്. അപ്പോൾ എലിമിനേഷൻ റിയാക്ഷനിൽ എന്താ, എ സ്മോൾ മോളിക്യൂൾ നോർമലി ഗെറ്റ്സ് എലിമിനേറ്റഡ്. ചിലപ്പോൾ എലിമിനേഷൻ റിയാക്ഷനിൽ
ഓക്കെ, ഇടയ്ക്കൊരു ശബ്ദം വന്നിരുന്നു. ഓക്കെ, ഇവിടെ എലിമിനേഷൻ റിയാക്ഷനിൽ എ സ്മോൾ മോളിക്യൂൾ നോർമലി ഗെറ്റ്സ് എലിമിനേറ്റഡ് ഫ്രം ദ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ ടു ഗീവ് ദ പ്രോഡക്റ്റ്. എലിമിനേഷനിൽ എന്താ, കുറച്ച് പാർട്ട് ഓഫ് ദ റിയാക്റ്റൻസ് ചിലത് എലിമിനേറ്റ് ചെയ്ത് പോവാറുണ്ട്. In small molecules eliminated the small molecule eliminated is thus a waste, and such reaction are also not economical from the point of വ്യൂ ഓഫ് ആറ്റംസ്. അപ്പോൾ നമ്മൾ ആറ്റം എക്കണോമി ബേസിൽ നോക്കുമ്പോൾ 100% ആറ്റം റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റ് ആയാൽ അത് 100% എക്കണോമിക് ആണെന്ന് പറയും. എന്നാൽ ഏതെങ്കിലും വേസ്റ്റ് മെറ്റീരിയൽസ് ജനറേറ്റ് ചെയ്യാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിലോ എലിമിനേഷൻ റിയാക്ഷനിലോ ആണെങ്കിൽ അവിടെ എന്താ ചില പ്രോഡക്ട്സ് വരാറുണ്ട്. അപ്പോൾ അത് 100% ആറ്റം എക്കണോമിക് അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്താ, മാക്സിമൈസ് ആറ്റം എക്കണോമി. അതായത് മാക്സിമം റിയാക്ടൻസും പ്രോഡക്റ്റ് ആക്കി തന്നെ മാറ്റാനായിട്ട് ശ്രമിക്കുക എന്നതാണ് പറയുന്നത്. അതിന് എന്തെങ്കിലും മെത്തേഡ് ഡിസൈൻ ചെയ്യാനായിട്ടാണ് പറയുന്നത്. മൂന്നാമത്തത് ലെസ് ഹസാഡസ് കെമിക്കൽ സിന്തസിസ്. വെനെവർ പ്രാക്ടിക്കബിൾ സിന്തറ്റിക് മെത്തേഡ് ഷുഡ് ബി ഡിസൈൻ ടു യൂസ് ആൻഡ് ജനറേറ്റ് സബ്സ്റ്റൻസസ് ദാറ്റ് possesses little or നോ ടോക്സിസിറ്റി ടു പീപ്പിൾ ഓർ ദ എൻവയോൺമെൻറ്റ്. എപ്പോഴും നമുക്ക് പ്രാക്ടിക്കബിൾ ആണെങ്കിൽ സിന്തറ്റിക് മെത്തേഡ്സ് ഏത് രീതിയിൽ ഡിസൈൻ ചെയ്യണം, സബ്സ്റ്റൻസസ് മാക്സിമം നമ്മൾ യൂസ് ചെയ്യുന്ന രീതിയിലും അതിന് എൻവയോൺമെൻറ്റായിട്ടോ മനുഷ്യനോ ഒരു ടോക്സിസിറ്റിയും ഇല്ലാത്ത, അല്ലെങ്കിൽ വളരെ കുറച്ചേ ഉണ്ടാവാൻ പാടുള്ളൂ, ഉണ്ടെങ്കിൽ തന്നെ ലിറ്റിൽ അല്ലെങ്കിൽ ഒട്ടും ഉണ്ടാവരുത്, അങ്ങനെ ടോക്സിക് അല്ലാത്ത രീതിയിലുള്ള കെമിക്കൽ സിന്തസൈസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ അതാണ് ലെസ് ഹസാഡസ് കെമിക്കൽ സിന്തസിസ് എന്ന് പറയുന്നത്. As responsible chemists, it is our duty to use techniques and methodologies so that the substances generated are not toxic to human health and environment. നമ്മൾ കെമിസ്ട്രി പഠിക്കുന്നവരായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, വി മസ്റ്റ് എൻഷുവർ ദാറ്റ്. ഈ പറഞ്ഞ പോയിന്റ് തന്നെയാണ് വീണ്ടും വീണ്ടും പല രീതിയിൽ പറയുന്നത്. കെമിസ്ട്രി involves the use of many chemicals, some of which may be hazardous. Exposure to such chemicals can be avoided using protective clothing or engineering controls. All this involves some cost. The alternative to this is to minimize the hazard itself. അപ്പോൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ചിലപ്പോൾ ഹസാഡസ് ആവാം, അല്ലെങ്കിൽ മറ്റു എക്സ്പോഷർ ടു സച്ച് കെമിക്കൽസ് ക്യാൻ ബി അവോയ്ഡഡ് യൂസിങ് പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്. അപ്പോൾ ഇങ്ങനത്തെ ഹസാഡസ് ആയിട്ടുള്ളത് പുറമേ എക്സ്പോസ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ എക്സ്പോഷർ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്കിതിനെ എന്തെങ്കിലും എഞ്ചിനീയറിംഗ് ടൂൾസ് ഉപയോഗിച്ചിട്ടോ എല്ലാം കൺട്രോൾ ചെയ്യുക. പ്രൊട്ടക്റ്റീവ് കവറിങ് ഓർ ക്ലോത്തിങ് ക്യാൻ ബി ഡൺ. ഓൾ ദിസ് ഇൻവോൾവ് സം കോസ്റ്റ്. ഇതിനെല്ലാം കുറച്ച് കാശ് ചിലവ് ഉണ്ടാവും, ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് ഉണ്ടാവാതിരിക്കാനുള്ള മെത്തേഡ് എന്താണോ അതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ അനദർ ബെനിഫിറ്റ് ഓഫ് റെഡ്യൂസിങ് ഹസാർഡ് ഇറ്റ് സെൽഫ് ഈസ് ലെസ്സർ ഡാമേജ് ഇൻ കേസ് ദ കൺട്രോൾ ഫെയിൽ ആൻഡ് ദർ ഇസ് എ ലീക്കേജ്. അപ്പോൾ ഇത് നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഇനി പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെങ്കിൽ കൂടെ അവിടെ എപ്പോഴും എൻഷുർ ചെയ്യാണ്ട്, സപ്പോസ് അത് ലീക്കായി കഴിഞ്ഞാൽ അത് വീണ്ടും ഇഷ്യൂസിന് കാരണമാവും. സോ ദ കെമിക്കൽ ഷുഡ് പ്രൊവൈഡ് സൊല്യൂഷൻ ഫോർ യൂസിങ് മെത്തഡോളജീസ് ഫോർ ജനറേറ്റിംഗ് ലെസ്സർ ടോക്സിക് സബ്സ്റ്റൻസസ്. അപ്പോൾ കെമിസ്ട്രി പഠിക്കുന്ന നമുക്ക് ഇത്തരം മെത്തേഡുകൾ കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. നാലാമത്തെ, ഡിസൈനിങ് സേഫർ കെമിക്കൽസ്. അതെന്താണെന്നുള്ളത് നോക്കാം. Chemical products should be designed to affect their desired function while minimizing their toxicity. This is also one of the basic areas of green chemistry. Since chemicals are designed for their use as paint, dyes, polymers, adhesive, pharmaceuticals, etc., it is possible for the chemist now to determine their toxicity and know the structural features responsible for their behavior. With the growth of knowledge of chemistry and characterization techniques, it is possible to design materials of desirable qualities but of lesser toxicity. അതായത് കെമിക്കൽ പ്രോഡക്ട്സ് ഷുഡ് ബി ഡിസൈൻ ടു അഫക്റ്റ് ദെയർ ഡിസൈർഡ് ഫങ്ഷൻ. നമുക്ക് ആവശ്യമുള്ള എന്ത് പ്രോപ്പർട്ടിയാണോ ആവശ്യമുള്ളത് ആ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള കെമിക്കൽ പ്രോഡക്ട്സ് ഡിസൈൻ ചെയ്യും വേണം. അറ്റ് ദ സെയിം ടൈം അവരുടെ ടോക്സിസിറ്റി എന്ത് ചെയ്യണം, മിനിമൈസും ചെയ്യണം എന്നാണ് ഈ പറയുന്നത്. So
It is possible to reduce the toxicity by following alternatives. താഴെ പറയുന്നതെല്ലാം നമ്മൾ ഫോളോ ചെയ്താൽ മതിയാകും. ഒന്ന്, to avoid reactions which lead to ടോക്സിക് പ്രോഡക്ട്സ്. ടോക്സിക് പ്രോഡക്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന ടോക്സിക് പ്രോഡക്ട്സ് ഉണ്ടാവുന്ന റിയാക്ഷൻസ് അവോയ്ഡ് ചെയ്യുക. ബൈ റീപ്ലേസിങ് എ ഫങ്ഷണൽ ഗ്രൂപ്പ് ടു ഗീവ് ദ ലെസ് ടോക്സിക് ആൾട്ടർനേറ്റീവ്സ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഓർ റിയേജൻ. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ബൈ റീപ്ലേസിങ് എ ഫങ്ഷണൽ ഗ്രൂപ്പ് ടു ഗീവ് ദ ലെസ് ടോക്സിക് ആൾട്ടർനേറ്റീവ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ. സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഒരു റിയേജൻറ്റ് ചിലപ്പോൾ ടോക്സിക് ആണെങ്കിൽ അതിലെ ഫങ്ഷണൽ ഗ്രൂപ്പിൽ മാറ്റിയിട്ട് അതിൻ്റെ പ്രോപ്പർട്ടി തന്നെ കാണിക്കുന്ന വേറെ ഏതെങ്കിലും നമുക്ക് ലെസ് ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. മൂന്നാമത്തത്, ബൈ റെഡ്യൂസിങ് ദ ബയോ അവൈലബിലിറ്റി ഓഫ് ടോക്സിക് കമ്പോണൻറ്റ്സ്, ദറ്റ് ഇസ് നോട്ട് അലോയിങ് ദ ടോക്സിക് കമ്പോണൻറ്റ്സ് ടു റീച്ച് ദ ടാർഗറ്റ് ഓർഗൻ, example liver, lungs, stomach, etc. By reducing the bioavailability of the toxic components, അതായത് ടോക്സിക് കമ്പോണൻസ് അഫക്റ്റ് ആവുന്ന രീതിയിലുള്ള ബയോ അവൈലബിലിറ്റി നമ്മൾ റെഡ്യൂസ് ചെയ്യുക. നമ്മുടെ ഡയറക്റ്റ് ലങ്സുമായിട്ടോ സ്റ്റൊമക്കുമായിട്ടോ അല്ലെങ്കിൽ ലിവർ അങ്ങനെയുള്ളത് കോണ്ടാക്റ്റ് വരുന്നത് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുക. കെമിക്കൽ ക്യാൻ also change the properties of the substances so that they are not absorbed to biological membranes and tissues. കാരണം ഇപ്പോൾ ചില റിയാക്ഷനിൽ എന്തെങ്കിലും ഗ്യാസ്, പോയ്സണസ് ഗ്യാസ് ആയിരിക്കും റിലീസ് ചെയ്യുക. അപ്പോൾ നമുക്കത് അറിയാതെ പോലും നമ്മൾ ശ്വസിക്കാതിരിക്കുക. സ്റ്റൊമക്കിലേക്കോ അല്ലെങ്കിൽ ലങ്സിലേക്കോ ഒന്നും നമ്മളത് കടത്തി വിടാത്ത രീതിയിൽ വേണം റിയാക്ഷൻ ചെയ്യേണ്ടത്. ഓക്കെ, അതൊക്കെയാണ് ഡിസൈനിങ് സേഫർ കെമിക്കൽസ് എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അഞ്ചാമത്തതാണ് safer solvents and auxiliaries. Safer solvents and auxiliaries. അഞ്ചാമത്തെ പോയിന്റ്, യൂസ് സേഫർ സോൾവെൻറ്റ്സ് ആൻഡ് റിയാക്ഷൻ കണ്ടീഷൻ എന്നായിരുന്നു. ഇവിടെ അത് സേഫർ സോൾവെൻറ്റ്സ് ആൻഡ് ഓക്സിലറീസ് എന്ന് തന്നിട്ടുണ്ട്. ടു യൂസ് ഓഫ് ഓക്സിലറി സബ്സ്റ്റൻസസ്. ഓക്സിലറി സബ്സ്റ്റൻസസ് പറഞ്ഞാൽ സോൾവെൻസോ സെപ്പറേഷൻ ഏജൻസോ ഒക്കെ നമ്മൾ അതിനെക്കുറിച്ചാണ്. ഷുഡ് ബി മെയ്ഡ് അൺനെസസറി വെൻ എവർ പോസിബിൾ ആൻഡ് ഇനോക്കോസ് വെൻ യൂസ്ഡ്. Auxiliary substances are those which help in manipulation of a chemical but are not an integral part. അതായത് സപ്പോർട്ടീവ് ഓക്സിലറി വെർബ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ സപ്പോർട്ടിങ് വെർബ് എന്നൊക്കെ രീതിയിലല്ലേ പറയാം. അതേപോലെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇൻറ്റഗ്രൽ പാർട്ടായിട്ട് യൂസ് ചെയ്യുന്നതല്ല. കെമിക്കൽ റിയാക്ഷൻ്റെ ഒരു മാനിപ്പുലേഷൻ ചെയ്യാൻ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്താനായിട്ട് ഓക്സിലറി സബ്സ്റ്റൻസസ്, സോൾവെൻറ്റ്സോ ഏതെങ്കിലും കെമിക്കൽസൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സോൾവെൻറ്റ് സെപ്പറേറ്റിംഗ് ഏജൻറ്റ്സ് വിച്ച് ആർ യൂസ്ഡ് അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് മാനുഫാക്ചറിങ്, പ്രോസസ്സിങ് ആൻഡ് യൂസ് ഓഫ് കെമിക്കൽസ്. അത് ഈ ഹോൾ പ്രോസസ്സിൽ പല സ്റ്റെപ്പായിട്ട് പല ഭാഗത്തായിട്ട് യൂസ് ചെയ്യാറുണ്ട്. സെവറൽ സോൾവെൻറ്റ്സ് കണ്ടെയ്ൻ എ ഹാലജൻ ആറ്റം, എക്സാമ്പിൾ ക്ലോറോഫോം, ടെട്രാക്ലോറൈഡ്, മെത്തിലിൻ ക്ലോറൈഡ്, പെർക്ലോഎത്തിലിൻ, ഇതെല്ലാം. അതായത് ചിലപ്പോൾ ഹാലജൻ അടങ്ങിയിട്ടുള്ള സോൾവെൻറ്റ്സ് ആയിരിക്കാം യൂസ് ചെയ്യുന്നുണ്ടാവുക. ദീസ് ആർ സസ്പെക്റ്റഡ് കാർസിനോജൻസ് ഫോർ ഹ്യൂമൻസ്. പക്ഷേ ഇതെല്ലാം ഹ്യൂമൻ ഹെൽത്തിനെ ബാധിക്കുന്ന കാർസിനോജൻസ് ആണ്. കാർസിനോജനിറ്റി ഈസ് ഓൾസോ അസോസിയേറ്റഡ് വിത്ത് ബെൻസീൻ ആൻഡ് അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ്. ബെൻസീനും അരോമാറ്റിക് ഹൈഡ്രോകാർബൺസും ഒക്കെ എന്താണ്? കാർസിനോജൻസ് ആണ്. അതും കാർസിനോജൻസിറ്റി കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് CFC അറിയാം. CFC എന്താ? നമ്മുടെ ഓസോൺ ഡിപ്ലീഷന് കാരണമാവുന്നത് CFCയുടെ വൺ ഓഫ് ദി കമ്പോണൻ്റ് ആണ്. ഓക്കെ, വിച്ച് were used in 20th century for cleaning purposes as propellants and blowing agent for molded plastic foams as well as refrigeration. ഈ പർപ്പസിനെല്ലാം CFCs യൂസ് ചെയ്യുന്നുണ്ട്. Which have been known to damage of ozone layer of the atmosphere. അറ്റ്മോസ്ഫിയറിലെ ഓസോൺ ലെയറിൻ്റെ ഡിപ്ലീഷന് കാരണമാവുന്നുണ്ട്. ദിസ് ഹാഡ് ദ എൻവയോൺമെൻറ്റൽ ഇഫക്ട്സ് വിച്ച് വർ ഓഫ് ഗ്രേറ്റ് കൺസേൺ. ഇതും എന്താണ്? നമുക്ക് ഭയങ്കര കൺസേൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷന് വേണ്ടിയിട്ട്. അപ്പോൾ അത്തരം സബ്സ്റ്റൻസസ് ഉപയോഗിക്കുന്നത് കൂടെ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അതേപോലെ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട് VOCs, വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട് വിച്ച് ആർ ഹൈഡ്രോകാർബൺസ് ആൻഡ് ദെയർ ഡെറിവേറ്റീവ്സ്. വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്, നോട്ട് ഹൈഡ്രോകാർബൺ, വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സും അതിൻ്റെ ഡെറിവേറ്റീവ്സ് ആയിട്ടുള്ള ഹൈഡ്രോകാർബൺസ് വിച്ച് ആർ മറ്റ് ഡെറിവേറ്റീവ്സും ഫൈൻഡ് യൂസ് ആസ് എ സോൾവെൻറ്റ് ഇൻ മെനി പർപ്പസസ്. സോ കുറേ വോളറ്റൈൽ കോമ്പൗണ്ട്സ് നമ്മൾ സോൾവെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ദീസ് ക്യാൻ ലീഡ് ടു സ്മോഗ് ഫോർമേഷൻ. ഇത് വേപ്പറായി പോകുമല്ലോ, വോളറ്റൈൽ പറയുമ്പോൾ പെട്ടെന്ന് ഗ്യാസ് ആയിട്ട് പോകും, എന്നിട്ട് എയറുമായിട്ട് റിയാക്ട് ചെയ്യും, എന്നിട്ട് അവിടെ സ്മോഗ് പ്രൊഡ്യൂസ് ചെയ്യും. സ്മോഗ് ലീഡ്സ് ടു ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്. സ്മോഗ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്രീത്തിങ്ങിന് ഡിഫിക്കൾട്ടായിരിക്കും. കുറേ പേർക്ക് ചിലപ്പോൾ റെസ്പിറേറ്ററി ഡിസീസസിനെല്ലാം കാരണമാവാം.
ഇനി ഇതെല്ലാം കൂടാതെ ഓക്സിലറി സബ്സ്റ്റൻസസ് യൂസ്ഡ് ഫോർ സെപ്പറേറ്റിംഗ് ദ പ്രോഡക്ട്സ് ഫ്രം ദ അതർ സബ്സ്റ്റൻസസ് and waste etc. have material cost, and these separation processes also require thermal or mechanical energy. ഈ ഓക്സിലറി സബ്സ്റ്റൻസസ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോഡക്ട്സ് മറ്റ് സബ്സ്റ്റൻസസ് നിന്ന് പ്രോഡക്റ്റിനെ മാത്രം മാറ്റാൻ വേസ്റ്റ് റിമൂവ് ചെയ്യാനൊക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഈ യൂസ് ചെയ്യുന്ന ഓക്സിലറി സബ്സ്റ്റൻസസിന് ഒരുപാട് മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ട്. പിന്നെ ആ സെപ്പറേഷൻ പ്രോസസ്സിന് തന്നെ തേർമൽ ആൻഡ് മെക്കാനിക്കൽ എനർജി എല്ലാം ആവശ്യമാണ്. അപ്പം അത്രയും കോസ്റ്റ് കൂടുതലായിട്ടുള്ള ഒരു പ്രോസസ്സാണിത്. The auxiliary substance also require either treatment or proper disposal at the end of the process. കണ്ടോ, ഈ റിയാക്ഷൻ നടക്കാൻ സഹായിക്കാൻ വേണ്ടി വന്നവർക്ക് അവരെ പിന്നീട് ആ സബ്സ്റ്റൻസസ് പിന്നെ തിരിച്ച് ട്രീറ്റ് ചെയ്യണമെങ്കിൽ അതിന് പ്രോപ്പർ ഡിസ്പോസലിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. യു ഹാവ് യൂസ്ഡ് റീക്രിസ്റ്റലൈസേഷൻ ഫോർ ദ പ്യൂരിഫിക്കേഷൻ ഓഫ് സബ്സ്റ്റൻസ് ഇൻ ലബോറട്ടറി. പിന്നെ മറ്റൊരു സെപ്പറേഷൻ ടെക്നിക്കാണ് ക്രൊമാറ്റോഗ്രഫി. ഇതെല്ലാം എന്താണ്, ഈ സെറ്റപ്പിനും ഇതെല്ലാത്തിനും എന്താണ് ഭയങ്കര ഒരുപാട് കോസ്റ്റ് വരുന്നതാണ്. Then another separation technique is chromatography. This also involves proper setup, mobile and stationary phase, and different locating agent. These also become a part of waste generated during the course of separation, as it involves the use of solvents, heating and cooling. ഇതും എന്താണ് വേസ്റ്റ് ജനറേറ്റ് ചെയ്യാനുള്ള കാരണമായിട്ട് മാറും. സോ ബോത്ത് ദ സോൾവെൻറ്റ്സ് ആൻഡ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് require energy, which ultimately adds to the cost of synthesis. The solvents and other substances thus used should not be hazardous either to humans or to the environment. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സോൾവെൻസോ മറ്റ് സബ്സ്റ്റൻസസോ ആയിക്കോട്ടെ, അതൊരിക്കലും ഹ്യൂമൻസിനോ എൻവയോൺമെൻറ്റിനോ ഹസാഡസ് ആയി മാറരുത്. ഇതിന് പകരമായിട്ട് വി ക്യാൻ യൂസ്, ഇത് സൂപ്പറാണ്, സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ്സ് യൂസ് ചെയ്യാം, ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ്. സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ്സ് ആർ ഡെൻസ് ഫേസ് ലിക്വിഡ്സ് ഹാവിങ് പ്രോപ്പർട്ടീസ് ബിറ്റ്വീൻ എ ലിക്വിഡ് ആൻഡ് ഗ്യാസ്. സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ്സ് എന്താ, ദേ ആർ ഡെൻസ് ഫേസ് ഫ്ലൂയിഡ്സ് ആണ്, ഹാവിങ് പ്രോപ്പർട്ടീസ് ബിറ്റ്വീൻ എ ലിക്വിഡ് ആൻഡ് എ ഗ്യാസ്. ലിക്വിഡിനും ഗ്യാസിനും ഇടയ്ക്കുള്ള പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ഇതാണ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ്സ്. their temperature and pressure can be changed to get the desirable solvent. അപ്പോൾ അത്തരം സബ്സ്റ്റൻസിന് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചറും പ്രഷറൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിസൈറബിൾ സോൾവെൻ്റ് ആക്കി മാറ്റാനായിട്ട് പറ്റും. ദ ബെസ്റ്റ് പാർട്ട് വുഡ് ബി ടു അവോയ്ഡ് ദ യൂസ് ഓഫ് സോൾവെൻറ്റ്സ് ഇഫ് പോസിബിൾ. ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്താ, അങ്ങനത്തെ സോൾവെൻറ്റ്സ് യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ബെസ്റ്റ് മെത്തേഡ്. ന്യൂ മെത്തേഡ്സ് ആർ ബീങ് ഡെസിഗ്നേറ്റഡ് where reagents and feedstocks can be made to react under molten state, or the reaction is carried out on solid surfaces. വേറൊരു മെത്തേഡ് എന്താ, ഒന്നുകിൽ ഈ റിയാജൻസ് അല്ലെങ്കിൽ ഫീഡ് സ്റ്റോക്ക് ഒക്കെ മോൾട്ടൺ സ്റ്റേറ്റിൽ, അതായത് അതിൻ്റെ തന്നെ ഉരുകിയ അവസ്ഥയിൽ പുറമേ നിന്നൊരു സോൾവെൻറ്റ് യൂസ് ചെയ്യുന്നതിന് പകരം ഈ റിയാക്ഷനെ മോൾട്ടൺ സ്റ്റേറ്റിൽ നടത്തിക്കണം. അല്ലെങ്കിൽ അതെന്താ, ഒരു സോളിഡ് സർഫസിൽ റിയാക്ഷൻ സോളിഡ് ആയിട്ടുള്ള ടേംസിൽ സോളിഡ് സ്റ്റേറ്റിൽ തന്നെ നടത്തിക്കൊണ്ട് പോകണ പോലെയും റീക്രിയേറ്റ് ചെയ്യണം, റീഡിസൈൻ ചെയ്യണം എന്നാണ് പറയുന്നത്. ആസ് വാട്ടർ ഇസ് ദ മോസ്റ്റ് ഹാംലെസ് അവൈലബിൾ സബ്സ്റ്റൻസ്, many reactions are being tried and successfully done using water as a solvent. എന്നാൽ പല റിയാക്ഷനിലും ഇപ്പോൾ വാട്ടർ ഒരുപാട് സബ്സ്റ്റൻസിനെ എന്താണ് ഡിസോൾവ് ചെയ്യിക്കുമല്ലോ, യൂണിവേഴ്സൽ സോൾവെൻ്റ് അല്ലേ. അപ്പോൾ വാട്ടറിൻ്റെ നേച്ചർ കൊണ്ട് തന്നെ അതൊരു ഗുഡ് സോൾവെൻ്റ് ആയതുകൊണ്ട് പല റിയാക്ഷനിലും വാട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. However, obtaining the final product in the pure form from such system may involve എവിടെ പോയി, ഒരു മിനിറ്റ്. Obtaining the final products in the pure form from such system may involve the use of certain other solvents, which again should not be very costly or harmful. All these aspects should be carefully understood before designing the synthesis in different system. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എൻഷുർ ചെയ്യണം. ഹാംഫുൾ ആവാൻ പാടില്ല, എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആവണം, ഇതെല്ലാം നമ്മൾ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മെനി ടൈംസ് ഇമ്മൊബൈലൈസ്ഡ് സോൾവെൻറ്റ്സ് ആർ യൂസ്ഡ് സോ ദാറ്റ് their harmful effects due to their volatile nature resulting in the exposure of the humans and contamination of air are avoided. This can be done by tethering the solvent onto a solid support or binding the solvent straight away from the polymer support. New polymers are being designed in such a way that
they can act as non-hazardous solvent. Non-hazardous solvent ആയിട്ട് ചില ഇതിന് ഏതാണോ നോൺ ഹസാർഡസ് അങ്ങനെയുള്ളത് നമുക്ക് ട്രീറ്റ് ചെയ്യാം. സി ഇമ്മൊബൈലൈസ്ഡ് solvents are used so that their harmful effects due to their volatile nature resulting in the exposure of humans and contamination of air are avoided. അങ്ങനെയുള്ളത് അവോയ്ഡ് ചെയ്യാം. ദിസ് ക്യാൻ ബി ഡൺ ബൈ ടെതറിങ് ദ സോൾവെന്റ് ഓൺ ദ സോളിഡ് സപ്പോർട്ട്. അതിനെ സോൾവെന്റിന് ഒരു സോളിഡ് സപ്പോർട്ട് കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ ഓർ ബൈൻഡിങ് ദ സോൾവെന്റ് സ്ട്രേറ്റ് അവേ ഫ്രം ദ പോളിമർ സപ്പോർട്ട്. So then new polymers are being designed in such a way that they can act as a non-hazardous solvent. അപ്പോൾ എന്തെങ്കിലും ആൾട്ടർനേറ്റീവ്സ് ഉണ്ട് അതെല്ലാം യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ആറാമത്തെ 12 ഉണ്ട്. അതിൽ നമ്മൾ 5 ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആറാമത്തെയാണ് ഡിസൈൻ ഫോർ എനർജി എഫിഷ്യൻസി. Energy requirements of chemical process should be recognized for their environmental and economic impacts and should be minimized. If possible, synthetic methods should be conducted at ambient temperature and pressure. ഈ പറയുന്ന എന്താ, എനർജി റിക്വയർമെൻറ്റ്സ് ഓഫ് കെമിക്കൽ പ്രോസസ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ഫോർ ദെയർ എൻവയോൺമെൻറ്റൽ ആൻഡ് എക്കണോമിക് ഇമ്പാക്ട്സ് ആൻഡ് ഷുഡ് ബി മിനിമൈസ്ഡ്. നമുക്ക് എത്രത്തോളം എനർജി ആവശ്യമുണ്ടെന്നുള്ളതെല്ലാം മനസ്സിലാക്കണം. പിന്നെ അതെന്താ എൻവയോൺമെൻറ്റലിനും എക്കണോമിക്കായിട്ടും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ എന്നെല്ലാം എൻഷുർ ചെയ്യണം. If possible, synthetic methods should be conducted at the ambient temperature and pressure. The energy requirements of chemical industries are quite feasible worldwide. The reactions for synthesizing various substances and the process involved in their separation and purification require different forms of energy. ചില റിയാക്ഷന് ഹീറ്റ് വേണം, chemical energy and other forms. There are different types of energy. Often such requirements of energy and their associated cost are not calculated while the synthesis is designed. എന്നാൽ ഇങ്ങനെയുള്ള എനർജി റിക്വയർമെൻറ്റ്സിനെ കുറിച്ച് ചിലപ്പോൾ സിന്തസിസ് ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. സോ വി ഷുഡ് വർക്ക് ഔട്ട് ദ ഡീറ്റെയിൽസ് റിക്വയർഡ് സച്ച് ആസ് ദ റിയാക്ഷൻ കണ്ടീഷൻ, ടെമ്പറേച്ചർ, പ്രഷർ, യൂസ് ഓഫ് കാറ്റലിസ്റ്റ് ടു ഗിവ് us ദ റിയലിസ്റ്റിക് പിക്ചർ ഓഫ് ദ എനർജി റിക്വയർമെൻറ്റ്. അപ്പോൾ ഒരു റിയാക്ഷൻ നടക്കുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെ ആവശ്യം ഉണ്ടാവും, ഏതൊക്കെ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യണം, ഏത് ടെമ്പറേച്ചറിലാണ്, ഏത് പ്രഷറിലാണ്, അതിന് എത്ര എനർജി റിക്വയർഡ് ആണ്, ഇതെല്ലാം നമ്മൾ മുൻകൂട്ടി തന്നെ ഡിസൈൻ ചെയ്ത് പ്ലാൻ ചെയ്യണം എന്നാണ് പറയുന്നത്. Many chemical reactions are carried out by heating the substrate and the reagents dissolved in a solvent under reflux condition. On the other hand, if the reaction is exothermic, cooling of the content is required to control it so that it occurs at a manageable speed and no explosion occurs. In both the condition of heating and cooling, the cost of energy and the material also add to the cost of synthesis. However, requirement of heating can be reduced in case a suitable catalyst is used to lower down the energy of activation for a particular reaction. അപ്പോൾ ഹീറ്റ് ചിലപ്പോൾ ഹീറ്റ് ചെയ്തിട്ടായിരിക്കും റിയാക്ഷൻ നടത്തുന്നുണ്ടാവുക. ചിലപ്പോൾ എക്സോതെർമിക് ആണെങ്കിൽ കൂൾ ചെയ്തിട്ട് വേണം, ഹീറ്റിൻ്റെ കണ്ടീഷൻസ് കൂട്ടുക അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതെല്ലാം നമ്മൾ നോക്കണം, ഹീറ്റിംഗ് ആണോ കൂളിംഗ് ആണോ, പിന്നെ എനർജിയുടെ കോസ്റ്റ്, മെറ്റീരിയലിൻ്റെ കോസ്റ്റ്, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. ഇതെല്ലാം മനസ്സിലാക്കിയ ശേഷം ഇതിനെല്ലാം ഓവർകം ചെയ്യുന്ന രീതിയിൽ ഏതെങ്കിലും കാറ്റലിസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നതുകൂടെ നോക്കണം. After completion of the synthesis, the desired substance can be separated either by recrystallization or distillation or filtration or ultrafiltration. All these steps require energy, equipments, solvents, and all of which affect the cost ultimately. ഇനി സിന്തസിസിന് ശേഷം ഇത് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യണം, ഏത് മെത്തേഡ് യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യണം എന്നെല്ലാം ആലോചിക്കേണ്ടതുണ്ട്. അതിനും എന്താണ്, കുറേ എക്യുപ്മെൻറ്റ്സ് വേണം, എനർജി വേണം, ഇതും കോസ്റ്റിനെ അഫക്റ്റ് ചെയ്യും. സോ ടു മിനിമൈസ് ദ എനർജി റിക്വയർമെൻറ്റ്സ് നമുക്ക് മിനിമൈസ് ചെയ്യണമെങ്കിൽ പുതിയ മെത്തേഡ്സ് കണ്ടുപിടിക്കണം. ന്യൂ മെത്തേഡ്സ് ഓഫ് ഡൂയിങ് ദ റിയാക്ഷൻ യൂസിങ് മൈക്രോവേവ്സ്, അൾട്രാസോണിക് എനർജി, അതെല്ലാം യൂസ് ചെയ്ത് ചെയ്യുന്ന പോലെ വേണം. ആർ ബീങ് ട്രൈഡ് ആൻഡ് യൂസ്ഡ് സക്സസ്ഫുള്ളി. The use of microwaves has many advantages. Microwaves നോർമൽ എനർജി നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാൾ ഹീറ്റിനേക്കാളും വേറെ മൈക്രോവേവ് എനർജി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. The reactions get completed very rapidly and can be performed in the solid state, also avoiding the use of solvents. അപ്പോൾ ക്വിക്കായിട്ട് നടക്കുന്ന റിയാക്ഷൻ, സോളിഡ് സ്റ്റേറ്റിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നത്, ഇതെല്ലാം എന്താ, സോൾവെൻറ്റിൻ്റെ യൂസ് പ്രിവെൻറ്റ് ചെയ്യും. The heating requirements are also thus nil for such reaction.
അപ്പോൾ അങ്ങനെയുള്ള റിയാക്ഷനിൽ സോൾവെൻ്റ് ആവശ്യമില്ലാത്തതും സോളിഡ് സ്റ്റേറ്റിൽ തന്നെ നടക്കാൻ പറ്റുന്നതുമായിട്ടുള്ള റിയാക്ഷനിൽ അത്രയും ഹീറ്റ് എനർജിയുടെ റിക്വയർമെൻ്റ് ഒന്നും ആവശ്യമില്ല, ഹീറ്റിൻ്റെ ആവശ്യമില്ല. Then microwaves is proving to be use of microwave is proving to be a cleaner and greener way of synthesizing the desired compound. അപ്പോൾ ആ ഡിസൈഡ് കോമ്പൗണ്ട് സിന്തസൈസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് മൈക്രോവേവ്സ് യൂസ് ചെയ്താൽ മതിയാവും. അത് ക്ലീനർ ആൻഡ് ഗ്രീനർ വേ ആണെന്ന് പറയുന്നു. പിന്നെ അൾട്രാസോണിക് എനർജിയും യൂസ് ചെയ്യാം. ക്യാൻ ബി യൂസ്ഡ് ടു കാറ്റലൈസ് സൈക്ലോ അഡീഷൻ ആൻഡ് പെരിസൈക്ലിക് റിയാക്ഷൻ. സൈക്ലോ അഡീഷനും പെരിസൈക്ലിക് റിയാക്ഷനും നമുക്ക് കാറ്റലൈസ് ചെയ്യാനായിട്ട് അൾട്രാസോണിക് എനർജി യൂസ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. മെനി റിപ്പോർട്ട്സ് ഇൻ ലിറ്ററേച്ചർ ആർ അവൈലബിൾ ഫോർ പെർഫോമിംഗ് ദ റിയാക്ഷൻ യൂസിങ് സോണിക്കേഷൻ. അടുത്തതാണ് ലാസ്റ്റ് പോയിന്റ്. ദ എനർജി റിക്വയർമെൻറ്റ് ഫോർ എ പർട്ടിക്കുലർ പ്രോസസ് may be worked out and the choice may be made if the reaction is possible by using alternative routes or energy sources. So energy requirements for a particular process may be worked out and the choice may be made if the reaction is possible. അപ്പോൾ നമുക്ക് വേറെ മെത്തേഡ്, ആൾട്ടർനേറ്റീവ് മെത്തേഡ് വഴിയും ആൾട്ടർനേറ്റീവ് എനർജി സോഴ്സസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള റിയാക്ഷൻ നടത്തിക്കൊണ്ടുപോകാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എനർജി റിക്വയർമെൻറ്റ്സും എന്ത് ചെയ്യാൻ പറ്റും, എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡ് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. അതാണ് 6ാമത്തെ പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.